പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു കെയറും കാര്യങ്ങളൊക്കെ നമ്മളിൽ എത്ര പേര് അകത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് കൊടുക്കാറുണ്ട്? ഞാൻ ആദ്യമൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കിന്നിനൊരു കെയറൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയി വന്നതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ആദ്യം ഒന്ന് ബാക്കിലോട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. വെട്ടിക്കൂട്ടി കട്ട് ചെയ്തിട്ട കഷ്ണങ്ങളൊക്കെ ഞാൻ വീണ്ടും തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നല്ല വൃത്തിക്ക് ആദ്യം തന്നെ നമുക്ക് മുടി കെട്ടാം. മുടി എന്തോരം കെട്ടിയാലും കാര്യമില്ല, കട്ട് ചെയ്തിട്ട കഷ്ണങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൊടുക്കുന്നൊരു കെയർ തന്നെ നമ്മൾ അകത്തും കൊടുത്തു നോക്കിയേ നമ്മുടെ മുഖത്തിന്. അപ്പോൾ നമ്മുടെ മുഖം നമുക്ക് അതിൻ്റേതായൊരു റിസൾട്ട് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ആദ്യത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ എടുത്തേക്കുന്നത് ഫ്ലിക്സിൻ്റെ ഒരു ക്ലെൻസറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അങ്ങനെ കുറേ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ക്ലെൻസറാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. എനിക്ക് വളരെ നല്ലൊരു ക്ലെൻസറായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ സി കണ്ടൻറ്റാണ് അടങ്ങിയേക്കുന്നത്. ഗുവാവയുടെ ഒരു, അതായത് നമ്മുടെ പേരക്കയുടെ ഒരു എന്താ പറയുക, പേരക്കയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അതുപോലെ തന്നെ പേരക്ക നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് നാരങ്ങയായിരിക്കും വിറ്റാമിൻ സി കണ്ടൻറ്റ് കൂടുതലുള്ളൊരു എന്താ പറയുക ഫ്രൂട്ട് എന്ന് പറയും വിചാരിക്കും. പക്ഷേ സത്യത്തിൽ അതല്ല. സത്യത്തിൽ പേരക്കയാണ് വിറ്റാമിൻ സി കണ്ടൻറ്റ് ധാരാളമുള്ളൊരു ഫ്രൂട്ട്. അപ്പോൾ ഞാൻ ആ ഒരു ക്ലെൻസർ വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് തരാനായിട്ട് ഈ ഒരു ക്ലെൻസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ B5 ആണ് കേട്ടോ ഈ ക്ലെൻസറിലുള്ളത്. അതുപോലെ തന്നെ ജെൽ ബേസ്ഡ് ക്ലെൻസറാണ്. നല്ല എല്ലാ സ്കിൻ ടൈപ്പിനും യോജിക്കുന്ന ഒരു ക്ലെൻസർ തന്നെയാണ് ഇത്. പിന്നെ ഞാൻ റോസ് വാട്ടറാണ് എടുത്തത് കേട്ടോ. റോസ് വാട്ടർ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്ത ആ ഒരു റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു ബഞ്ചാരാസിൻ്റെ ടോണർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും റെജ്യൂനേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം മോയ്സ്ചറൈസറാണ് കേട്ടോ എടുത്തേക്കുന്നത്. മോയ്സ്ചറൈസറിന് ഞാൻ ലാക്ടോ കലാമിൻ്റെ ലോഷനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ലാക്ടോ കലാമിൻ്റെ തന്നെ ഡെയിലി ഫേസ് കെയർ ലോഷനാണ്. ഈ ഒരു ലോഷൻ കൂടുതലും എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കുമാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. ഓയിലി സ്കിന്നുകാർക്ക് ഈ ഒരു ലോഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഓയിലിൻ്റെ ഒരു ഇത് ബാലൻസ് ചെയ്യാനും അതുവഴി സ്കിൻ നന്നായിട്ട് എപ്പോഴും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ലോഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായി വരുന്ന ഓയിലിനെ ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലോഷൻ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന വഴി. അതുപോലെ അതുകൊണ്ട് തന്നെയൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നു പിമ്പിൾസ് ആയാലും ആക്നെ ആയാലും ഡാർക്ക് സ്പോട്ട് ആയാലും ഒക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റ് എഫക്റ്റാണ് ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് എന്താ പറയുക, നമ്മൾ ഈ മറ്റേ പൗഡർ ഇട്ടൊരു ഇതില്ലേ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ എനിക്ക് നല്ല ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. അതിനുശേഷം നമുക്ക് മുഖത്ത് ഇനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഒക്കെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറേയൊക്കെ നമ്മളുടെ മുഖത്ത് വെയിലായിട്ട് ഉണ്ടാകുന്ന കരിവാളിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രോബ്ലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡോക്ടർ റഷേലിൻ്റെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൺസ്ക്രീനിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഹൈഡ്രേറ്റിംഗ് വിറ്റാമിൻ സി സൺസ്ക്രീനാണ് ഈ ഒരു സൺസ്ക്രീൻ. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, ക്വിക്ക് അബ്സോർബിങ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. പക്ഷേ ഞാനിന്നിവിടെ വാരിക്കോരി തേച്ചേക്കുന്ന കാരണം ഞാനിന്ന് കുറച്ച് കഷ്ടപ്പെട്ടു ഈ സാധനം ഞാനിന്ന് എൻ്റെ മുഖത്തു നിന്നൊക്കെ ഒന്ന് മാച്ച് കളയാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. 2 ഫിംഗർ റൂൾ അങ്ങനത്തെയൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഞാൻ വരാം. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ എടുത്ത സൺസ്ക്രീൻ ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് തന്നെ ഞാനതെല്ലാം തന്നെ എൻ്റെ മുഖത്ത് ഞാൻ വാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതിയെ എന്നിട്ട് എൻ്റെ മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പാരബിൻ ഫ്രീ ആണ് ഈ ഒരു സൺസ്ക്രീൻ. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്.
നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ വരുമെങ്കിലും, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഈസിലി അബ്സോർബിങ് എന്ന് പറഞ്ഞില്ലേ, അബ്സോർബ് ചെയ്യുന്നൊരു പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീൻ. പക്ഷേ ഞാനിന്ന് ഇവിടെ അധികം എടുത്തത് കാരണം ഞാൻ പെട്ടുപോയി. ഞാൻ വീണ്ടും കണ്ണാടിയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഞാനിതൊക്കെ എൻ്റെ മുഖത്ത് വെച്ച് തേച്ചത്. ബാക്കി വന്നതൊക്കെ ഞാൻ എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ ആയിട്ട് വെച്ച് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ എൻ്റെ മുഖത്ത് സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഈ സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങിയിട്ട് എനിക്ക് എന്താ പറയുക, വളരെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയേക്കുന്നത് ഈ ഒരു സ്ക്രീനാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ചുണ്ടത്ത് ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ബാമും ഈ ഒരു സൺസ്ക്രീന് ഞാനിവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലിപ് ബാം ഒരു നൈസയുടെ ലിപ് ബാമാണ്. പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യലൊക്കെ കുറവാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഷോയ്ക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളൂ, പട്ടി ഷോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.